നമസ്കാരം, ഗുരുവും സുഭാസാറാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളാണേലും അതുപോലെ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് ഒത്തിരി ഉണ്ട് അടുത്ത വർഷത്തെ എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അവരാദ്യം ശ്രമിക്കുന്നത് ഏത് കോളേജാണ് നല്ലത് എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും അവർക്ക് ഡൗട്ടാണ്. നമുക്കറിയാം, ഇച്ചിരി ക്യാഷ് കൊടുത്തുള്ള ഒരു കോഴ്സുകൾക്കാണ് അടുത്ത വർഷം നമ്മൾ പോയി ജോയിൻ ചെയ്യാൻ പോകുന്നത്. അതൊരു 1-2 വർഷമൊന്നുമല്ല, കുറഞ്ഞ 3-4 വർഷങ്ങൾക്കൊക്കെ ഉള്ള കോഴ്സുകളാണ്. അപ്പൊ ഇതിനൊരു കോളേജിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അബദ്ധം പറ്റരുത് എന്നുള്ളത് പ്രത്യേകിച്ച് എല്ലാവർക്കും വാശിയാണ്, ആഗ്രഹവും തന്നെയാണ്, അല്ലെ? അപ്പൊ അതിനുള്ള ഒരു സൊല്യൂഷനാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനെ കുറിച്ചുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് പറഞ്ഞേക്കുന്നവര് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റേറ്റിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നതെന്നാണ്. ഏറ്റവും നല്ലത് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്: നമ്മുടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹയർ എഡ്യൂക്കേഷൻ നമ്മുടെ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ അവിടെ ഏതാണ് നല്ലത്, ഏറ്റവും ടോപ്പ് ഏതാണ്, സെക്കൻഡ് ആര്, അങ്ങനെയുള്ള റാങ്കിങ് സിസ്റ്റമാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിന്റെ പേര് KIRF എന്നാണ്, കേരള ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്നാണ് അതിന്റെ പേര്. അതിന്റെ സൈറ്റൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നു കാരണം പല വർഷങ്ങളിലും ഇതിന്റെ പേരിൽ ഒത്തിരി കുട്ടികൾക്ക് അബദ്ധം പറ്റാറുണ്ട്. അതിൽ നിന്ന് മാറി നല്ലൊരു രീതിയിൽ കൂടെ കുട്ടികൾക്ക് കോളേജുകളാണേലും അവരുടെ സർവകലാശാലകളാണേലും മീൻസ് യൂണിവേഴ്സിറ്റി എല്ലാത്തിലും, നമ്മൾ ഒരെണ്ണത്തിൽ മാത്രമല്ല എല്ലാ വിഭാഗത്തിലും, നഴ്സിംഗിനാണേലും എഞ്ചിനീയറിംഗിനാണേലും എഡ്യൂക്കേഷൻ, നമ്മുടെ ഡിഗ്രി സ്ഥാപനം എല്ലാത്തിനും വേണ്ടിയുള്ള ഒരു റാങ്കിങ് സംവിധാനമാണ് വന്നേക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിനുള്ളിൽ നിന്നും എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ 10 ടോപ്പായിട്ടുള്ള 10 2024 കണക്ക് അനുസരിച്ച് ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള 10 എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളെ ലിസ്റ്റാണ് നമ്മൾ തരാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതിനോടനുബന്ധിക്കുന്ന പുതിയ പുതിയ എല്ലാ കാര്യങ്ങളും, ഇതല്ലാതെ തന്നെയും വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്ത് തരും. നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോളേജുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളൊന്ന് റെഡി ആയാൽ മതി. ഇവിടേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമ്മുടെ കീം എൻട്രൻസിൽ നല്ല റാങ്ക് വേണം. നല്ല റാങ്ക് വേണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അപ്പൊ നിങ്ങളിപ്പോൾ സമയമൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ +2 പഠിക്കുന്നവർക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇച്ചിരിയുടെ വർക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവര് ആകെ റഷായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാലും പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോൾ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിക്കുള്ള ക്ലാസ്സുകളും അതിനോടൊപ്പം തന്നെയുള്ള മെറ്റീരിയൽസും തന്ന് ഏറ്റവും നല്ല രീതിക്കുള്ള റാങ്ക് കിട്ടുന്ന രീതിക്കുള്ള ക്ലാസ്സുകൾ കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മെറ്റീരിയലിന്റെ ക്ലാസ്സസ് കൂടാതെ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടും, പിന്നെ ഇക്വേഷൻ ബുക്ക്ലെറ്റ് കിട്ടും, നിങ്ങൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസും ആൻസേഴ്സും എല്ലാം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, നമ്മുടെ 0 തൊട്ട് 88% വരെയാണ് നമ്മുടെ കേരളത്തിലെ പാസ് ഔട്ട് പെർസെൻറ്റേജ് വന്നേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പോലും ജയിക്കാത്ത കോളേജ് ഉണ്ടെന്നാണ് കഴിഞ്ഞ വർഷം പുറത്തു വന്ന റിപ്പോർട്ട് കേട്ടോ. 88% വരെ ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് കോളേജ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സീറ്റ് ട്രിവാൻഡ്രം. ഓക്കെ, ഫസ്റ്റ് അതാണ്. രണ്ടാമത്തേത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് സെക്കൻഡ് പ്ലേസിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ പ്ലേസിൽ TKM കോളേജ് കൊല്ലം. വർഷങ്ങളായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കോളേജാണ്. എന്റെയൊക്കെ ചെറുപ്പത്തിലെ ഈ കോളേജൊക്കെ അന്നേ ടോപ്പിലാണ്, ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. നാലാമത് കിട്ടുന്നത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം. നെക്സ്റ്റ് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള, ഇപ്പോഴും ഒരു പ്രതാപവും നഷ്ടപ്പെടാതെ നല്ലതായിട്ട് കൊണ്ടു നടക്കുന്ന കോളേജുകളാണ്. പിന്നെ ഒന്ന് പുതുതായിട്ട് കയറി വന്ന ഒരു കോളേജാണ് സെയിന്റ് കിറ്റ്സ് കോളേജ് കോട്ടയം. ഓക്കെ, ഇപ്പൊ നല്ല രീതിക്കുള്ള അത് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ NSS കോളേജ് പാലക്കാട്, ഇച്ചിരി പഴയ കോളേജാണ്, അടിപൊളി കോളേജാണ്. നെക്സ്റ്റ് ഫിസാറ്റ്, ഇതൊക്കെ ഒരു പുതിയ കോളേജാണ്, എറണാകുളത്തുള്ളതാണ്. നെക്സ്റ്റ് അമൽജ്യോതി കോളേജ് കോട്ടയം. നെക്സ്റ്റ് പാല സെന്റ് ജോസഫ് കോളേജ്. ഇത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിലെ റാങ്കിങ് ഏജൻസി നടത്തിയ റിപ്പോർട്ട് പ്രകാരമുള്ള 10 കോളേജ്. ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഉടനെ നിങ്ങളോട് എത്തിച്ചിരിക്കും. ഇതെല്ലാം കൂടെ കോർത്തിണക്കി നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. മാക്സിമം ഇത് ആവശ്യമുള്ള ഒത്തിരി പേരുണ്ട്, അറിയാതെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂടെ ഇത് മാക്സിമം എല്ലാവരോടും എത്തിക്കാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.